സംസ്ഥാന സർക്കാരിന്റെ പുതിയ വ്യവസായ നയങ്ങളുടെ ഭാഗമായി സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ വകുപ്പുകളുടെയും അനുമതികൾ വ്യവസായ വകുപ്പിന്റെ ഓൺലൈൻ സംവിധാനമായ K-Swift വഴി ലഭ്യമാകുന്നതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, KSEB, FSSAI, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, GST തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും അനുമതികൾ ലഭിക്കുന്നതിന് ജില്ലാ വ്യവസായ കേന്ദ്രം മുഖേനയും താലൂക്ക് വ്യവസായ ഓഫീസുകൾ മുഖേനയും സംരംഭകർക്ക് സൗജന്യമായി അപേക്ഷകൾ സമർപ്പിക്കാം. K-Swift എന്നത് സംസ്ഥാനത്ത് സംരംഭം തുടങ്ങാനും പ്രവർത്തിപ്പിക്കാനും വേണ്ടിയുള്ള ആവശ്യമായ അനുമതികൾ കൈപ്പറ്റാൻ സംരംഭകർക്ക് പിന്തുണ നൽകുന്ന ഒരു പ്രത്യേക സംയോജിത പ്ലാറ്റ്ഫോമാണ്. ഇത് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അത് പ്രവർത്തനക്ഷമമാക്കുന്നതിനുമുള്ള സമയവും മറ്റു പരിമിതികളും കുറക്കുന്നു. വ്യവസായ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുള്ള ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഗവർണൻസ് കൂടുതൽ കാര്യക്ഷമവും ഫലപ്രദവും സുതാര്യവും ഉപഭോക്തൃ സൗഹൃദവും ആക്കുന്നതിനായി വിവര സാങ്കേതിക വിദ്യയുടെ പരിചയം വർദ്ധിപ്പിക്കാൻ പ്രാധാന്യം നൽകിയത്. ഇത്തരം നടപടികളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഓൺലൈൻ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സംവിധാനമായ K-Swift നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് അനുയോജ്യമായ വകുപ്പുകൾ ചേർന്ന് അനുമതികൾ സമയപരിധിക്കുള്ളിൽ തിരക്കേറാതെ പൂർത്തിയാക്കാനും പ്രക്രിയകൾ വേഗത്തിലും സുഗമവുമാക്കാനും സഹായകരമായിരിക്കും. സിവിൽ സർവീസുകളുടെ 14 വകുപ്പ് ഏജൻസികളുടെ സേവനങ്ങൾ K-Swift പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ലഭ്യമാകുന്നു. ആകെ മൊത്തം 14 ഡിപ്പാർട്ട്മെന്റുകളാണ് K-Swiftന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് അർബൻ അഫയേഴ്സ്, ഡയറക്ടറേറ്റ് ഓഫ് പഞ്ചായത്ത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈനിംഗ് ആൻഡ് ജിയോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, കേരള വാട്ടർ അതോറിറ്റി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്നിവയാണ്. കേരള MSME ആക്ട് 2019 പ്രാവർത്തികമാക്കുന്ന നിബന്ധനകളെക്കുറിച്ച് ഒരു വിധി നൽകി. ഈ നിയമം പ്രത്യേകിച്ച് പുതിയ എന്റർപ്രൈസുകളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും നിലവിലുള്ള സംരംഭങ്ങൾ ആക്ടിന്റെ പ്രാധാന്യങ്ങൾക്ക് കീഴിൽ പദവികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നും ഓർമ്മിപ്പിച്ചു. അതായത് 2019 ആക്ട് പുതിയ സംരംഭങ്ങൾക്ക് മാത്രമേ ബാധകമായിരിക്കുള്ളൂ. അപ്പോൾ നിലവിലുള്ള എന്റർപ്രൈസുകൾ ഇതിന്റെ പ്രചോദനങ്ങൾക്ക് അനുകൂലമായി സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. MSME കാറ്റഗറിയിലുള്ളവർക്കാണ് K-Swiftൽ അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളവർ. അതായത് ഹെൽത്ത്, ടൂറിസം, മാനുഫാക്ചറിംഗ് മേഖലയിലുള്ളവർക്ക് K-Swift സ്കീമിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പൊല്യൂഷൻ റെഡ് കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും ഒരു തവണ മാത്രം. 3 വർഷത്തെ വാലിഡിറ്റിയാണ് അവർ നൽകുന്നത്. അതായത് മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള സംരംഭകർക്ക് 3 വർഷം വരെ ലൈസൻസ് ഇല്ലാതെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാം. 3 വർഷത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ ലൈസൻസ് എടുക്കണം. K-Swift ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ വഴി സെൽഫ് സർട്ടിഫിക്കേഷൻ കൊടുക്കാവുന്നതാണ്. മൊത്തം 14 ഡിപ്പാർട്ട്മെന്റുകളാണ് K-Swiftന്റെ പരിധിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സുകളിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ അധികൃതർക്ക് നിയമപരമായി പോകാനുള്ള അനുമതിയുമുണ്ട്. ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ 0.01% ആണ് നമ്മുടെ പക്കലിൽ നിന്ന് ചിലവാകുന്ന ഫീസ്. പേയ്മെന്റ് അടച്ചതിന് ശേഷം അക്നോളജ്മെന്റ് ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. K-Swift.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾ നേരിട്ടറിയണമെങ്കിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നമുക്ക് ചെല്ലാവുന്നതാണ്. അപ്പോൾ ചെല്ലു, ഇനിയിപ്പോൾ ലൈസൻസ് ഒക്കെ നമുക്ക് പിന്നെ സെറ്റാക്കാം.